ഏതായാലും ആ മാനേജർ ശങ്കുണ്ണാര് കോളടിച്ച് വത്സമാസ് പിരിയാൻ പോകുന്നു കേട്ടപ്പോ തൊട്ട് പയഞ്ചക്കയിൽ ഈ ചോദ്യം പോലെയല്ലേ അയാൾ വീട്ടിൽ ആളുകൾ കൂടുന്നത്. നമ്മുടെ നാട്ടിലെ അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു കാഠിന്യേ. എന്താ? അല്ല, തൊഴിലില്ലായ്മയുടെ ഒരു രൂക്ഷത. തൊഴിലില്ലായ്മല്ല, തൊഴിലെടുക്കാൻ വയ്യായ. ഒരു 10ാം ക്ലാസ് എങ്ങാനും കഴിഞ്ഞാൽ പിന്നെ തെങ്ങ് കയറാൻ വയ്യ, മീൻ കച്ചവടത്തിന് തയ്യാറല്ല. പക്ഷെ തൊഴിലില്ലായ്മ വേദനൊന്നും പറഞ്ഞ് സർക്കാർ കൊടുക്കണ ഈ 50 രൂപ പിച്ചക്കാറ്റിന് ഒരിക്കലിട്ടതാണ് മനുഷ്യതാണ്. ഗഫൂറെ, വത്സമാഷ് സ്കൂളിൽ നിന്ന് പിരിഞ്ഞോ? എന്തേ, ആ ഒഴിവിൽ മാത്തുക്കുട്ടി മാഷായിട്ട് ചേരുന്നുണ്ടോ? ഞാനോ? എനിക്കിപ്പോ തൽക്കാലം അന്തസ്സുള്ളൊരു പണിയുണ്ടല്ലോ. വത്സമാഷ് പിരിഞ്ഞെന്നും മാനേജർ പുതിയ ആളെ ചേർക്കാൻ പോണെന്നും പറഞ്ഞിട്ട് ഇന്നും ഇന്നലെയായിട്ട് ഒരു 100-150 പേര് ഇങ്ങനെ ശങ്കുണ്ണാരുടെ വീട്ടിലേക്ക് പോണത് കണ്ടു. എനിക്കൊരു 1.5 ലിറ്റർ പാലിന്റെ കച്ചവടം കൂടുതൽ കിട്ടി. ഓഹോ, മുൻപ് യശോദ ടീച്ചർ ലീവ് എടുത്തപ്പോ ഒറ്റ മാഷായിട്ട് ചേർന്നില്ലേ? ഈ പീരിയുടെ മുകളിൽ താമസിച്ച എന്താ അവന്റെ പേര്? ആ പേര് നിങ്ങൾ മറക്കാൻ വഴിയില്ലല്ലോ, ഗോകുലകൃഷ്ണൻ. എന്തൊരു കൃഷ്ണൻ. പുതിയ ഒഴിവുണ്ടായാൽ അവനെയാണല്ലോ സ്കൂളിൽ ചേർക്കേണ്ടത്. അതിപ്പോ 4 കൊല്ലം മുമ്പത്തെ കാര്യമല്ലേ, അയാൾക്ക് വേറെ ജോലി കിട്ടി കാണും. മാത്തുക്കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഒരു ശത്രുവിന്റെ ജോലിക്കാര്യത്തിൽ ബന്ധം അത്ര താല്പര്യം. ഏത് ശത്രു? സ്കൂളിൽ ആനി ടീച്ചറും മാത്തുക്കുട്ടിയും തമ്മിൽ ഒളിസേവ ഉണ്ടെന്നും പറഞ്ഞ് ഗോകുലകൃഷ്ണൻ മാഷല്ലേ പട്ടാളക്കാരന് കത്തയച്ചത്? ആനി ടീച്ചർ ഭർത്താവ് പട്ടാളക്കാരൻ ക്ലീറ്റസിനോ? അതേടോ, അങ്ങനല്ലേ പട്ടാളക്കാരൻ ലീവ് എടുത്ത് വന്ന് മാത്തുക്കുട്ടിന്റെ കാലടിച്ചൊടിച്ചത്. പക്ഷെ ആനി ടീച്ചർ മലക്കം പറഞ്ഞു. ഗോകുലകൃഷ്ണൻ എന്നെ കയറി പിടിക്കാൻ വന്നു, അവന്റെ കരണത്ത് ഞാൻ അടിച്ചതിന് പക വീട്ടാനാണ് ഈ കള്ളക്കത്തയച്ചത് എന്നായി ആനി ടീച്ചർ. ക്ലീറ്റസ് സ്വയം വന്ന ബുദ്ധിയാണല്ലോ. മാത്തുക്കുട്ടിയോട് മാപ്പ് പറഞ്ഞു. ഗോകുലകൃഷ്ണൻ കൊല്ലുന്നു പറഞ്ഞ് കുറെ കാലം ഇവിടെ നടപ്പുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞ ഗോകുലകൃഷ്ണൻ കാരണം മാത്തുക്കുട്ടിന്റെ കാലം ഈ ഗതിയായി. അതെ, മാനേര് ശങ്കുണ്ണിയാരുടെ വീട് എവിടെയാ? നേരെ പോയിക്കോളി, അപ്പൊ ഒരു അറിയാല് കാണാം. അവിടെ ആരോട് ചോദിച്ചാലും മതി. മോക്ക് ജോലിക്കാ? അതെ. മടിശീല നല്ല കനണ്ടി പോയാൽ മതി അങ്ങോട്ട്. നമസ്കാരം. ഇരിക്കേ. ഒരുപാട് ആളുകൾ വന്നും പോയി ഇരിക്കുക. ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട്. എന്തു വന്നാലും കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല ഒരാളെ ഞാൻ നിയമിക്കൂ. ടി.ടി.സിക്ക് എവിടെയാ പഠിച്ചത്? ആലപ്പുഴ NSS-ലാ. ആഹാ, NSS-ലാണ് പിന്നൊന്നും പറയണ്ട. നല്ല അസല് കോച്ചിങ് അല്ലേ അവിടെ? ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതാ. ആഹാ, എന്നാ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാനില്ല. കുട്ടിയെ നിയമിച്ചു എന്നങ്ങോട്ട് കൂട്ടിക്കോളൂ. പിന്നെ ഒരു സ്കൂൾ മാനേജറുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സർക്കാരിന്റെ ഗ്രാൻഡിൽ ചോക്ക് വാങ്ങിക്കാൻ പോലും കഴിയില്ല. മെയിൻ്റനൻസിനൊക്കെ എന്താ ചെലവ്? ഈ സീറ്റിന് ഇപ്പോ 5 ലക്ഷമോ 6 ലക്ഷമോ തരാൻ ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് പ്രധാനം പണമല്ല, ടീച്ചറുടെ കഴിവാ. അക്കാര്യത്തിൽ കുട്ടിയെ എനിക്ക് നന്നായിട്ട് ബോധിച്ചു. അതുകൊണ്ട് 5 6 ഒന്നും വേണ്ട, ഒരു 4 ലക്ഷത്തിന് നമുക്ക് സംഗതി ശരിയാക്കാം. കുട്ടിയെ പഠിപ്പിക്കാൻ തന്നെ കൂടുതലൊന്നും സംസാരിക്കാൻ ഇപ്പൊ സമയമില്ല. ഈ തുക ഉണ്ടോ ഇല്ലയോ? എനിക്ക് 5 പെൺകുട്ടികളാണ്. അതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ. 4 ലക്ഷത്തിന്റെ വകുപ്പില്ലെങ്കിൽ സന്തോഷമായിട്ട് എഴുന്നേറ്റുള്ളൂ. കഴിവുള്ള ഒരു ടീച്ചറെയാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് സാർ ഇപ്പോ... കഴിവെന്ന് പറഞ്ഞാൽ അതിൽ സാമ്പത്തികവും പെടും. വാക്കുകൾ പ്രയോഗിക്കുന്നത് ആലോചിച്ചിട്ട് തന്നെയാണ്. 4 ലക്ഷം കൊണ്ടുവന്നിട്ട് ബാക്കി സംസാരം. ഞാൻ കുറച്ച് തിരക്കില്ല. എന്താ പിന്നെ നിൽക്കുന്നത്? ഞങ്ങള് ഒരു വിലപേശൽ ഞാൻ തയ്യാറല്ല. 6 കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങനൊരു സീറ്റ് ഒഴിവ് വരുന്നത്. ആരാദ്യം പണം കൊണ്ടിരുന്നോ അവർക്ക് സീറ്റ്. പൊക്കോളൂ. ഓടോ. ലക്ഷങ്ങൾ എത്ര കിട്ടിയച്ചാ? എന്ത് ലക്ഷങ്ങള്? പഠിപ്പിക്കാൻ മിടുക്കുള്ളവരെയാണ് ഞാൻ നോക്കുന്നത്. ആര്? അച്ഛനോ? 4 ലക്ഷം കിട്ടിയാലേ ആളെ ചേർക്കുമെന്ന് അച്ഛൻ പറയണ കേട്ടല്ലോ. അങ്ങനല്ല, 4 ലക്ഷം വേണേ കിട്ടും. പക്ഷെ പണമല്ല, കഴിവാണ് പ്രധാനം എന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. അതെ, പണ്ട് ഇവിടെ നീവിനിയായിരുന്ന ഒരു മാഷുണ്ടായിരുന്നല്ലോ. നിയമപ്രകാരം ഈ സീറ്റ് അങ്ങർക്കല്ലേ കൊടുക്കേണ്ടത്? പണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം ഇപ്പോഴും ഉണ്ട്. അതെ. നിങ്ങൾ ആരും എന്നെ നിയമം പഠിപ്പിക്കണ്ട. അയാളോടൊന്ന് 25,000 രൂപ വാങ്ങിച്ചില്ലേ? ആര് വാങ്ങിച്ചു? ഇല്ലേ? അയാളൊന്നും തിരിച്ചു വാങ്ങിച്ചോണ്ട് പോയല്ലോ. ആരും ഒന്നും തിരിച്ചു വാങ്ങിച്ചില്ല. ഇതൊന്നും ദൈവത്തിന് എടുക്കുന്ന പണിയല്ല കേട്ടോ. ഇത് വലിയ ശല്യമായല്ലോ. എന്റെ മോക്ക് എന്റെ അച്ഛൻ കൊടുത്തതാ സ്കൂള്. ഇവക്കിപ്പോ വയസ്സ് എത്ര എന്ന് പുന്നാരെ അച്ഛന് വല്ല നിശ്ചയമുണ്ടോ?
സ്കൂള് കയ്യിൽ നിന്ന് പോകുന്നുള്ള പേടി കൊണ്ട് ഇവക്ക് വരുന്ന കല്യാണാലോചനകൾ മുഴുവൻ മുടക്കുന്ന നിങ്ങളാ. വിശാലം, എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഒരു മനുഷ്യൻ ഇത്രയും പണക്കൊതി പാടില്ല. അമ്മ പറയുന്നത് നേരാണോ അച്ഛ? ഉം. സ്കൂള് പോകുന്നുള്ള ഭയം കൊണ്ടാണോ എന്റെ കല്യാണം നടത്താത്തത്? നിന്റെ അമ്മയ്ക്ക് പ്രാന്ത. എങ്കിൽ അമ്മയെ നമുക്ക് വല്ല മനഃശാസ്ത്ര വിദഗ്ധരെയും കാണിക്കാം. മോളെ, സ്കൂൾ നോക്കി നടത്തുന്നത് ഉം. ഞാൻ മോളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആ സ്കൂളിന്റെ അവകാശം അച്ഛന്റെ പേർക്ക് എഴുതി തന്നേക്കാൻ. അത് നടക്കില്ല അച്ഛാ. ആ, ഞാനത് എഴുതി തന്ന അച്ഛനത് അപ്പ തന്നെ മറ്റാർക്കെങ്കിലും വിൽക്കും. ഉം. അച്ഛൻ മരിച്ച ആ സ്കൂളെങ്കിലും എന്റെ പേരിലുണ്ടല്ലോ എന്ന് കരുതി ഏതെങ്കിലും ഒരു മരങ്ങോടെ നിന്നെ കെട്ടാൻ വന്നെന്ന് വരും. അതുകൊണ്ട് ആ സ്കൂൾ എന്റെ പേര് തന്നെ ഇരിക്കട്ടെ. നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. അച്ഛനെങ്കിലും ഒന്ന് ഗുണം പിടിച്ചു കണ്ടാ മതിയായിരുന്നു. സാർ, സാർ, ഏ? ഒരു അപരിചിതനാണ്. ഏ? വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്. ആരാ അത്? ഒരു അപരിചിതനാണ്. വാതിൽ. ഏ? ഞാൻ ശങ്കരനാരായണൻ, കേരള TTC 86 ബാച്ച്, നാട് കുറുവാഞ്ചേരി. കൊപ്ര കച്ചവടക്കാരൻ ഇസ്മയിൽ രാത്രി 10 മണിക്കാണ് വിവരം പറയുന്നത്. ആരാ ഈ പാതിരാത്രി കയറുമെന്ന് ഒച്ച വയ്ക്കുന്നേ? അത് ഞാൻ കേരള TTC സ്കൂളിൽ സീറ്റ് ഒഴിവുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ഇതിനൊന്നും നേരവും കാലമൊന്നും ഇല്ലേ? രാത്രി 2 മണിക്കാണോ KTC? ഇതാരാ, മകളാണോ? അയ്യോ, ഇതെന്താ സൈക്കിളോ? പോലായി മുഴുവൻ മണ്ണായില്ലോ. മുറ്റത്ത് വെച്ചാ സൈക്കിളിന്റെ ടയർ പട്ടിയടിക്കും. ടയർ കടിക്കുന്ന പറ്റിയൊന്നും ഇവിടെ ഇല്ല. ആരാമേ? ആ, ഏതോ ഒരു KTC. KTC അല്ല, കേരള TTC, നാട് കുറുവാഞ്ചേരി. ഇതാരാ, ഭാര്യയാണോ? കുറുവാഞ്ചേരിയിൽ ഇവിടം വരെ സൈക്കിൾ ചവിട്ടി വന്നോ? 25 കിലോമീറ്ററല്ലേ ഉള്ളൂ. സാധാരണ 50-100 കിലോമീറ്റർ ഒക്കെയാ സൈക്കിൾ ഓടിക്കുന്നത്. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഓട്ടം തുടങ്ങിയിട്ട് നാള് കുറച്ചായേ. സൈക്കിൾ ഇറക്കി നോക്കണോ? നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം. അയ്യോ, എന്താ? ഉണ്ടോ? എവിടെ നോക്കട്ടെ. 4 ലക്ഷമാണ് ഡിമാൻഡ് എന്ന് അറിഞ്ഞു. അത് ഇച്ചിരി കൂടുതലാണ്. എന്നാൽ സീറ്റ് എനിക്ക് വേണം. സീറ്റ് തരാം, പക്ഷെ ഉറപ്പ് തരണമെങ്കിൽ പകുതി പണം അഡ്വാൻസ് ആയിട്ട് ഉടനെ കിട്ടണം. അവോ, സമാധാനായി. മറ്റാർക്കെങ്കിലും ഇതിനകം വാക്ക് കൊടുത്തിരിക്കുമെന്നുള്ള ഭയമായിരുന്നു. എങ്കിൽ പിന്നെ ഞാനിനി നിൽക്കുന്നില്ല. അഡ്വാൻസ് ആയിട്ട് വരാം. മറക്കരുത്, ശങ്കരനാരായണൻ, കേരള TTC, കുറുവാഞ്ചേരി.